ഹലോ ഫ്രണ്ട്സ്, NS മീഡിയ ദ നോളജ് ലെവലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മോഡേണിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റിയാണ്. മോഡേണിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡേൺ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടെ പുതിയതാവുക അല്ലെങ്കിൽ ന്യൂ ആവുക എന്നുള്ളതാണ്. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും വരുന്നത്. ദ ടേം മോഡേണിസം ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ന്യൂ ആൻഡ് പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഇൻ സബ്ജക്ട്സ്, ഫോംസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് ലിറ്ററേച്ചർ and other arts in the earlier times of the 20th century, but especially after the First World War. അപ്പോൾ മോഡേണിസം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ, പുതിയതായിട്ടുള്ള ഫോംസ്, പുതിയതായിട്ടുള്ള രീതികൾ, പുതിയതായിട്ടുള്ള കോൺസെപ്റ്റുകൾ അതെവിടെ ഉണ്ടാകുന്നു? പുതിയതായിട്ടുള്ള ഈ സ്റ്റൈലും കോൺസെപ്റ്റും സബ്ജക്റ്റുകളുമെല്ലാം പല പല കലകളിലും പ്രത്യേകിച്ചും സാഹിത്യത്തിലും പുതിയതായിട്ടുള്ള ഇന്നവേറ്റീവായിട്ടുള്ള ഐഡിയാസ് വരുന്നു. ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത്, മോഡേണിസത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. ഒന്നാം ലോക മഹായുദ്ധം എന്നാണ് നടന്നത് 1914 മുതൽ 18 വരെ. അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ 1939 മുതൽ 45 കാലയളവിലാണ് രണ്ടാം ലോക മഹായുദ്ധം. അപ്പോൾ മോഡേണിസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. മെനി ക്രിട്ടിക്സ് അഗ്രി ദാറ്റ് ഇറ്റ് ഇൻവോൾവ്സ് എ ഡെലിബറേറ്റ് ആൻഡ് റാഡിക്കൽ ബ്രേക്ക് വിത്ത് സം ഓഫ് ദ ട്രഡീഷൻസ് ഓഫ് വെസ്റ്റേൺ ആർട്ട് ആൻഡ് കൾച്ചർ. എന്ന് പറഞ്ഞാൽ മിക്ക ക്രിട്ടിക്സും പറയുന്നത് ഇതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ആർട്ടിൻ്റെയും വെസ്റ്റേൺ കൾച്ചറിൻ്റെയും ട്രഡീഷൻസിനെ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു? അതിനെ ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിന് പകരമായി പുതിയത് കൊണ്ടുവരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് വരെ കലയിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെ മാറ്റി പുതിയൊരു സമ്പ്രദായം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു രീതി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മോഡേണിസത്തിൻ്റെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഇൻ്റലക്ച്വൽ പ്രീകേഴ്സേഴ്സ് ഓഫ് മോഡേണിസംസ് ആർ തിങ്കേഴ്സ് ഹു ക്വസ്റ്റ്യൻഡ് ട്രഡീഷണൽ മോഡ്സ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ, റിലീജിയൻ ആൻഡ് മൊറാലിറ്റി. ഇനി നമ്മൾ മോഡേണിസത്തിൻ്റെ മുൻഗാമികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ചിന്തകന്മാരായിരുന്നു. അവരെന്ത് ചെയ്തു? സോഷ്യൽ ഓർഗനൈസേഷൻ്റെ ട്രഡീഷണൽ മോഡ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ റിലീജിയനെ ക്വസ്റ്റ്യൻ ചെയ്തു, മതത്തിനെ എന്ത് ചെയ്തു? ചോദ്യം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികത എന്താണെന്ന് ചോദ്യം ചെയ്തു. അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, അതിനെ ഒരു ധാർമ്മികത അല്ലെങ്കിൽ ധർമ്മമായിട്ടൊക്കെ കൺസിഡർ ചെയ്തിരുന്ന ഒരു സൊസൈറ്റിയോട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ സമൂഹത്തിലുള്ള ക്ലാസ് സിസ്റ്റം, ഹയർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നീ സിസ്റ്റംസ് ഉണ്ട്. അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ ഈ തിങ്കേഴ്സ്, ഈ ചിന്തകന്മാരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഫ്രെഡറിക് നീഷെ, അതോടൊപ്പം തന്നെ മാർക്സ്, അതോടൊപ്പം തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്, ജെയിംസ് ജി ഫ്രൈസർ എന്നിവരുണ്ടായിരുന്നു. ജെയിംസ് ജി ഫ്രൈസറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ദ ഗോൾഡൻ ബോ എന്ന് പറയുന്നത്. ആ വർക്കിൽ പറയുന്നത് ക്രിസ്ത്യൻ ബിലീഫ്സും പാഗൻ റിലീജിയനും തമ്മിലുള്ള കണക്ഷൻ പറയുന്നു. നമ്മൾ ഈ പാഗൻസും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ റിലീജിയനും തമ്മിലുള്ള ബന്ധം നമ്മൾ ഇതിനു മുമ്പ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈസ്റ്റർ എന്ന് പറയുന്ന ക്രിസ്ത്യൻസിൻ്റെ ഫെസ്റ്റിവൽ ഏതിൽ നിന്ന് വന്നു? പാഗൻ റിലീജിയനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ചില ലിറ്റററി ഹിസ്റ്റോറിയൻസ്, ചില ചരിത്രകാരന്മാർ പറയുന്നത് മോഡേണിസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1890-കളുടെ തുടക്കത്തിലേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ കൂടുതൽ ആൾക്കാരും എഗ്രി ചെയ്യുന്നതെന്ന് പറയുന്നത് ഹൈ മോഡേണിസം വന്നതെന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ 1914 മുതൽ 18 വരെയുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് മോഡേണിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മോഡേണിസം എന്ന് പറയുന്ന ആർട്ടിൽ, ലിറ്ററേച്ചറിൽ, സൊസൈറ്റിയിൽ എല്ലായിടത്തും ഇതിൻ്റെ ആസ്പെക്റ്റുകൾ റിഫ്ലക്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. 1922 തന്നെ നമുക്ക് മോഡേണിസ്റ്റ് ഇന്നോവേഷൻസ് അപ്പിയർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോഡേണിസത്തിൻ്റെ ചില മോണുമെൻറ്റ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ മോഡേണിസത്തിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചില വർക്ക്സുകളെ കുറിച്ചാണ് ഇനി ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത്. ജെയിംസ് ജോയ്സിൻ്റെ ഉലിസസ് എന്ന് പറയുന്ന വർക്ക് അതിനൊരു എക്സാമ്പിളാണ്. അതോടൊപ്പം തന്നെ TS എലിയട്ടിൻ്റെ ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന വർക്ക് അതിനൊരു എക്സാമ്പിളാണ്. അതോടൊപ്പം തന്നെ വിർജീനിയ വൂൾഫിൻ്റെ ജേക്കബ്സ് റൂം എന്ന് പറയുന്ന വർക്ക് അതിനൊരു എക്സാമ്പിളാണ്. ഇതിനകത്തൊക്കെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക്, അതൊക്കെ പുതിയ ടെക്നിക്സാണ്.
ഇന്നേ വരെ ഇതിനു മുമ്പ് വരെ ലിറ്ററേച്ചറിൽ ഇല്ലായിരുന്ന ടെക്നിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ T.S. എലിയട്ടിൻ്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന കവിതയിൽ ബ്രോക്കൺ ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പോയം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പല പല ആശയങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടുള്ളതാണ് ആ പോയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകൾ ലിറ്ററേച്ചറിലേക്ക് വന്നത് മോഡേണിസത്തിൻ്റെ ശേഷമാണ്. അപ്പോൾ മോഡേണിസത്തിൻ്റെ മോണിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ വർക്കുകളൊക്കെയാണ്. ജെയിംസ് ജോയ്സിൻ്റെ ഉലിസസ്, വിർജീനിയ വൂൾഫിൻ്റെ ജേക്കബ്സ് റൂം, അതോടൊപ്പം തന്നെ T.S. എലിയട്ടിൻ്റെ വേസ്റ്റ് ലാൻഡ് എന്നീ വർക്കുകളൊക്കെ ഇതിൽ പെടുന്നതാണ്. ഈ മോഡേണിസത്തിൻ്റെ കടന്നുവരവെന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചാൽ, വാറുണ്ടാവുകയും യുദ്ധത്തിൽ ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയും ചെയ്തു. ഒരുപാട് പേര് യാതനകളിലും ദുരിതത്തിലുമൊക്കെയായി. അപ്പോൾ അങ്ങനെ ദുരിതത്തിലും യാതനകളിലും വേദനകളിലുമായ സമൂഹത്തിൻ്റെ മനസ്സുകൾ, അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെ മനസ്സുകളും അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇന്നേ വരെ അവർ ജീവിച്ചിരുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ അമ്പാടെ മാറിയിരിക്കുന്നു. വാറിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ കഠിനമായ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതമാണ്. അപ്പോൾ അവരുടെ ജീവിതം നമ്മൾ ലിറ്ററേച്ചറിലൂടെ, സാഹിത്യത്തിലൂടെ, അല്ലെങ്കിൽ മറ്റു കലകളിലൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ പുതിയ മെത്തേഡ്സുകൾ വേണമെന്നാണ് ഇവരൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ലിറ്റററി മോഡ്സ് വെച്ച്, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ലിറ്റററി സ്റ്റൈലുകൾ വെച്ച് നമുക്ക് ഇവരുടെ പ്രോബ്ലംസിനെ ഡെപിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ പോർട്രേ ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. T.S. എലിയട്ട് അദ്ദേഹം ജെയിംസ് ജോയ്സിൻ്റെ ഉലിസസ് വായിച്ചിട്ട് അതിനെപ്പറ്റി ഒരു റിവ്യൂ എഴുതിയിരുന്നു 1923. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദ ട്രഡീഷണൽ മോഡ് ഓഫ് ഓർഡറിങ് എ ലിറ്റററി വർക്ക് കുഡ് നോട്ട് ബി പോസിബിൾ ഇൻ എ സ്റ്റേറ്റ് ഓഫ് അനാർക്കി. എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡർ സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥയിൽ കിടക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്കൊരിക്കലും പഴയ ലിറ്റററി മോഡ്സ് കൊണ്ട്, അല്ലെങ്കിൽ ട്രഡീഷണൽ മോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ലിറ്റററി വർക്കിനെ എഴുതാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തണം. ഇപ്പോൾ ജെയിംസ് ജോയ്സിൻ്റെ ഉലിസസിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ് വന്നു. അത് പുതിയൊരു മെത്തേഡാണ്. അതിലൂടെ ജനങ്ങളുടെ ഹാർഷ് റിയാലിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അനാർക്കിയുടെ സമയത്ത് നമുക്ക് പുതിയ ലിറ്റററി മോഡുകൾ വേണമെന്നാണ് ആര് പറയുന്നത്? T.S. എലിയട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ എലിയട്ട് പുതിയ ഫോംസും സ്റ്റൈലുകളും ഒക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. T.S. എലിയട്ട് അദ്ദേഹത്തിൻ്റെ പോയമായിട്ടുള്ള വേസ്റ്റ് ലാൻഡിൽ അദ്ദേഹം സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് പൊയറ്റിക് ലാംഗ്വേജിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള അട്രാൻസസ് അദ്ദേഹം കീപ്പ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ഇമേജസ് അദ്ദേഹം പോയത്തിൽ കൊണ്ടുവന്നു. ജെയിംസ് ജോയ്സിൻ്റെ വർക്കായിട്ടുള്ള യുലിസസ്, അതോടൊപ്പം തന്നെ ഫിനഗൻസ് വേക്ക്, ഇതിനകത്തൊക്കെ അന്നുവരെ ഉണ്ടായിരുന്ന പ്രോസ് എഴുതിയിരുന്ന രീതിയിൽ നിന്നും, ആ ഒരു ഫോർമാറ്റിൽ നിന്നും മാറി പുതിയൊരു ഫോർമാറ്റിലേക്ക് ജെയിംസ് ജോയ്സ് പ്രോസിൻ്റെ രീതി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോർമാറ്റുകളെ വയലേറ്റ് ചെയ്തുകൊണ്ട് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കുകൾ പോലുള്ള ടെക്നിക്കുകൾ ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരികയാണ് ഇവരൊക്കെ ചെയ്തത്. അപ്പോൾ മോഡേണിസം എന്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മോഡേണിസത്തിൻ്റെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും തിങ്കേഴ്സ് ആയിട്ടുള്ള, അപ്പോൾ പൊളിറ്റിക്കൽ തിയറിയുടെ ഫൗണ്ടറാണ് ആരെന്ന് പറയുന്നത്? കാൾ മാർക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്തിനെ എതിർത്തു? ക്ലാസ് സിസ്റ്റത്തെ എതിർത്തു. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് ആണ്. സൈക്കോളജി, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ പോലുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ലെക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള തിങ്കേഴ്സ് ഇന്നേ വരെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മതത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പോയിരുന്ന ഒരു സമൂഹത്തിലേക്ക് പുത്തനായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരികയാണ്. ജനങ്ങളുടെ മനസ്സിലേക്ക് കുറച്ചൊരു റാഷണൽ തോട്ടുകൾ കൊണ്ടുവരികയാണ്. കുറച്ചുകൂടെ ഒരു യുക്തിഭദ്രമായ രീതിയിലേക്ക് വരികയാണ്. നിങ്ങൾ രാജാവിനെ മാത്രം അനുസരിച്ചാൽ പോരാ. ആ രാജാവിനെ അനുസരിക്കുന്ന എന്ന് പറയുന്നത് ട്രഡീഷണൽ മോഡാണെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സ്റ്റാറ്റസ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മോഡേണിസ്റ്റ് തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ഒരു മോഡേണിസ്റ്റ് തോട്ടാണ്. അതോടൊപ്പം തന്നെ ഓരോ കാര്യത്തിലും. അപ്പോൾ അങ്ങനെ സമൂഹത്തിലും ലിറ്ററേച്ചറിലും കലയിലുമൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ മോഡേണിസത്തിലൂടെ വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.